വീണ്ടും നമ്മൾ കാട്ടാന മാലിന്യക്കുഴിയിൽ വീണതിലേക്കാണ്. തൃശ്ശൂരിലെ പാലപ്പള്ളിയിലാണ് ഒരു ആന ദയനീയ അവസ്ഥയിൽ കിടക്കുന്നത്. പുലർച്ചെ 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ആനയെ തിരികെ കയറ്റാനുള്ള ശ്രമം തുടങ്ങി. എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, എങ്ങനെ പുരോഗമിക്കുന്നു രക്ഷാദൗത്യം? അതായത് ഇപ്പോൾ JCB ഉപയോഗിച്ച് ഈ കുഴി വലുതാക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആനയ്ക്ക് പിൻകാലുകൾ മണ്ണിൽ താഴ്ന്നത് കാരണം എഴുന്നേൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നിലവിലുള്ളത്. അപ്പോൾ JCB ഉപയോഗിച്ച് ഈ കാല് താഴ്ന്നു പോയ ഇടത്ത് നിന്നും മണ്ണ് മാറ്റിയതിന് ശേഷം ആനയെ ഉയർത്താനായുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ ആനയ്ക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയാണ്. ചേട്ടാ, ഇത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഏത് രീതിക്കാണ് ആനയുടെ ഇതിപ്പോ നമ്മളെ അവസ്ഥ വെച്ചാൽ ആനയ്ക്ക് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. ക്ഷീണം ഒന്നും ക്ഷീണം, പിന്നെ കാലും വലിച്ചു കിട്ടില്ലല്ലോ. പിന്നെ കുടി നിറച്ച് വെള്ളം നിൽക്കല്ലേ. ആ വെള്ളം കാരണം നമുക്ക് കോരാനും പറ്റില്ല. എവിടെന്ന് അറിയണില്ലല്ലോ, കാല് എവിടെ പോയെന്ന് അറിയണില്ലല്ലോ. അങ്ങനെ ഇല്ലല്ലോ. വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോ ബാക്കിലത്തെ 2 കാലുകളും താഴ്ന്നു കിടക്കായിരുന്നു. 2 കാലും അരയ്ക്കൊപ്പം താന്നു കിടന്നായിരുന്നു. 2 കൈ മാത്രമേ പുറത്തുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് കുഴപ്പമുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കാല് ഫ്രീ ആയി കയറി പോന്നു. ഞങ്ങൾ ഇത്തിരിക്ക് കൊടുത്ത് ഇറങ്ങിയതാണേ. ഈ 2 കാലും അരയ്ക്ക് താന്നു പോയി. അതുകൊണ്ടാ. ഇപ്പൊ എത്ര ആനകൾ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ അറിയോ? അത് അറിയാച്ചാല് രാവിലെ ഞങ്ങൾ വരുമ്പോ ഒരു കൂട്ടായിരുന്നു. അപ്പൊ കുറെ ആനൊക്കെ കയറി പോയി. ഇത് മാത്രം നടന്നേ. ഇപ്പോൾ ആനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാവുന്ന രീതിക്ക് ഇവിടത്തെ സംവിധാനങ്ങളായിട്ടുണ്ട്. ഇതിപ്പോ ആകെ സ്ലോപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ആദ്യഘട്ടത്തിൽ വീണ സമയത്ത് നല്ല ചെറിയ കുഴിയായിരുന്നല്ലോ അല്ലേ? ചെറിയ കുഴിയായിരുന്നു. ഇപ്പൊ ഇച്ചാച്ചി വന്ന് എല്ലാം റെഡിയാക്കി കാനൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ബാക്കി ആനക്കൂട്ടം ഈ പരിസരത്ത് തന്നെ ഉണ്ടോ? അതൊരു 200 മീറ്റർ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആന എഴുന്നേൽക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ JCB ഉപയോഗിച്ച് കൃത്യമായി ഈ ആനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് മണ്ണ് എത്തിച്ചിട്ടുണ്ട്. ആനയുടെ പിൻകാലുകൾ രണ്ടും ആഴ്ന്നിരിക്കുകയായിരുന്നു, മണ്ണിൽ ആഴ്ന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആനയ്ക്ക് ഈ കുഴി വലുതാക്കിയതിന് ശേഷവും എഴുന്നേൽക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ JCBയുടെ കയ്യിൽ ഉൾപ്പെടെയുള്ള ഇടത്ത് സപ്പോർട്ട് ചെയ്ത ശേഷം ആന എഴുന്നേൽക്കാനായുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രായം കുറഞ്ഞ ഒരു ആനയാണ്, കുഞ്ഞാനയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ആനക്കൂട്ടങ്ങളെല്ലാം തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആനകളെല്ലാം തന്നെ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യത. ആരോഗ്യം കുഴപ്പം, അതിന്റെ കിടപ്പ് കണ്ടാൽ വല്ലാത്ത ദയനീയ അവസ്ഥയിലാണ്. ഈ മൃഗ ഡോക്ടർമാരൊക്കെ അവിടെ ഉണ്ടോ? ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണോ അവർ ഉറപ്പിച്ച് പറയുന്നത്? അതെ, അതായത് ആന അത് കിടക്കുന്നതിന്റെ ഒരു സ്ട്രക്ചർ കാരണമാണ് ഇത്തരത്തിൽ അങ്ങനെ തോന്നുന്നത്. ചേട്ടാ, ഇത് കുറെ നേരം എത്ര സമയമായി? ഇന്നലെ രാത്രി 1 മണിയായി ഉണ്ടാകും. 7 മണി 7:30 കണ്ടത്. ബാക്കി ആനകളൊക്കെ ഈ പരിസരത്ത് അവിടെ ഉണ്ട്. അവിടെ തോട്ടത്തിലൊക്കെ ഉണ്ട്. തോട്ടത്തിന്റെ ബാക്കി അവിടെ ഉണ്ട്. ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ആനയുടെ 24 മണിക്കൂർ ആന എപ്പോഴും ഉണ്ടാവും. മിക്കവാറും ദിവസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആന നശിപ്പിച്ചാണ് ഇവിടെ. പക്ഷേ ഈ സ്ഥലത്ത് സ്ഥിരമായ ആനകളുടെ സാന്നിധ്യമുണ്ട്. ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു വളരെ ചെറിയ കുഴിയിലാണ് ഈ ആന വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ആനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആകെ ഈ മണ്ണിൽ പൂണ്ട നിലയിലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു സപ്പോർട്ട് നൽകുക എന്നുള്ള രീതിക്കാണ് ഇവിടെ JCB ഉപയോഗിച്ചെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ചെയ്തിരുന്നത്. ഇപ്പോൾ ആനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് എന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇപ്പോൾ JCB ഉപയോഗിച്ച് ഉള്ള സപ്പോർട്ട് നൽകൽ ഇപ്പോൾ നിലവിൽ, അതായത് ഇവിടെ നിന്ന് മണ്ണ് മാന്തുന്ന പ്രക്രിയ ഇപ്പോൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആന സ്വയമേ എഴുന്നേൽക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ പരമാവധി ഇപ്പോൾ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയറിട്ട് നൽകി തുമ്പികൊണ്ട് പിടിച്ചെഴുന്നേൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട് നിലവിൽ. അതായത് ആ ഘട്ടത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രത്യക്ഷത്തിലില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ നേരത്തെ തന്നെ ഈ പരിശോധനകളെല്ലാം തന്നെ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ ഈ കിടക്കുന്നത് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ കിടന്നിരുന്നതും ആന കമിഴ്ന്നാണ് കിടന്നിരുന്നത്. പിന്നീട് ഈ മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റിയപ്പോഴാണ് പിന്നീട്
ഈ ആന ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു നിലയിലേക്ക് എന്തായാലും ആനയ്ക്ക് എത്താനായി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ തുമ്പി കൊണ്ട് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ കയറിട്ട് നൽകുന്നുണ്ട്. ആ തുമ്പി കൊണ്ട് ആ കയറ് ആന പിടിക്കാനായുള്ളൊരു ശ്രമം നിലവിൽ നടത്തുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ അത് ശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്ര വലിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിലില്ല എന്നുള്ളത് തന്നെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തലയുടെ കാണുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ശിരസിന്റെ ഭാഗമൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ഇതിന് വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണെന്ന് തോന്നുന്നത്. ഇപ്പൊ കാലുകളൊക്കെ എല്ലാം ഉയർത്താൻ കഴിയുന്നുണ്ട്, പക്ഷെ തല ഉയർത്താതെ കിടക്കുന്നു എന്നതാണ്. എന്തായാലും വേഗത്തിൽ ആന കരയ്ക്ക് കയറട്ടെ. വനവകുപ്പ് ഉദ്യോഗസ്ഥർ കയറൊക്കെ ഇട്ടുകൊടുത്ത് ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലിഷോയ്, ഇത്രയും സമയമൊക്കെ കടന്നാലേ പുലർച്ചെ 1 മണിക്കൊക്കെ അതെ സംഭവിച്ചാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഈ ആനയ്ക്ക് എഴുന്നേൽക്കേണ്ട ഒരു വശത്ത് അവിടെ മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട്, മണ്ണും കല്ലും കൂടിക്കിടക്കുന്നുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ മറ്റൊരു പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയമായി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നൊരു കൂടി ഒരു സപ്പോർട്ട് നൽകുകയാണെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിക്കാണെങ്കിൽ പോലും, പക്ഷേ ആ ഒരു കിടപ്പിൻ്റെയാണ്, അതായത് നമ്മൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന ഒരു ആംഗിളും ആ ഒരു കിടപ്പും ഒക്കെയാണ് പ്രത്യേകിച്ചും ഒരു നമുക്കങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ വശത്തുള്ള ഈ മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവ മാറ്റിക്കഴിഞ്ഞാൽ ആന ഇപ്പോൾ ഈ മുൻവശത്ത് രക്ഷാദൗത്യം തുടരാം. വേഗത്തിൽ ആനയെ രക്ഷിക്കാൻ കഴിയട്ടെ.